കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കുക എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സ്ക്രീനിൽ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ്. ഓരോ സെൻറ്റൻസുകൾ നോക്കുകയാണെങ്കിലും ഇവിടെ മൈറ്റ് ബി, ക്യാൻ, കുഡിൻറ്റ്, ഡോണ്ട്, അങ്ങനെ തീർത്തും വ്യത്യസ്തമാണ് ഓരോ സെൻറ്റൻസുകളുടെയും നിയമം. 600-ൽ പരം വ്യത്യസ്തമായ സെൻറ്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും ഇല്ല എന്നതാണ് എൻ്റെ ആൻസർ. 50 മുതൽ 100 ടോപ്പിക്സ് വരെ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വൊക്കാബുലറി ആണ്. 3000 വാക്കുകളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് 3000-ൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അടക്കും ചിട്ടയോടും കൂടി ക്ഷമയോടുകൂടിയാണ് നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു ടോപ്പിക് പരിചയപ്പെടാം, കൂടുതൽ വൊക്കാബുലറി മനസ്സിലാക്കാം. ഹാവ് യു ബീറ്റൻ ഹിം അറ്റ് ചെസ് ടുഡേ? ഇന്ന് നീ അവനെ ചെസ്സിൽ പരാജയപ്പെടുത്തിയോ എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം. ഈ പ്രവൃത്തിക്ക് സംസാരിക്കുന്ന സമയവുമായി കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഡിഡ് ഉപയോഗിക്കാതെ ഹാവ് ഹാസ് ടോപ്പിക് നമ്മൾ ഉപയോഗിച്ചത്, പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിച്ചത്. ഹാവ് ഹാസ് ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്ന സമയത്ത് വെർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ബീറ്റ്, ബീറ്റ്, ബീറ്റൻ തേർഡ് ഫോം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് യു ബീറ്റൻ ഹിം അറ്റ് ചെസ് ടുഡേ? തിയറി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്തമായ വെർബുകൾ ഉപയോഗിച്ച് ഇതുപോലെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. വെർബിന്റെ പൊസിഷൻ ഇതാണ്. ആ വെർബിന് പകരം വേറെ പല വെർബുകളും ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേട്ടുപോയത് കൊണ്ട് മാത്രം ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. നമുക്ക് ഈ സെന്റൻസ് നമ്മുടേതാക്കി മാറ്റണം. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് ഉറക്കെ 2-3 തവണ പറയണം. ഒരു വ്യക്തിയോട് ജീവിതത്തിൽ ഈ ചോദ്യം ചോദിക്കേണ്ട വന്നേക്കാം എന്നുള്ള രീതിയിൽ ആണിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. റിയൽ സിറ്റുവേഷനിൽ എങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ച് പഠിക്കണം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഹാവ് യു ബീറ്റൻ ഹിം അറ്റ് ചെസ് ടുഡേ? ഹാവ് യു ബീറ്റൻ ഹിം അറ്റ് ചെസ് ടുഡേ? വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതുപോലെ തന്നെ 2 പ്രാവശ്യം നിങ്ങൾ പറയണം. ബിക്കം എന്ന വെർബാണ് അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ബിക്കം, ബിക്കെയിം, ബിക്കം തേർഡ് ഫോം ബിക്കം ആണ്. ഹാവ് യു ബിക്കം എ പോലീസ് ഓഫീസർ? നീ ഒരു പോലീസ് ഓഫീസർ ആയോ? ഹാവ് യു ബിക്കം എ പോലീസ് ഓഫീസർ? ഇങ്ങനെയാണിത് ചോദിക്കേണ്ടത്. 2-3 തവണ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഹാവ് യു ബിക്കം എ പോലീസ് ഓഫീസർ? സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അവനൊരു ഡോക്ടർ ആയോ? ഹാസ് ഹി ബിക്കം എ ഡോക്ടർ? ഹാസ് ഹി ബിക്കം എ ഡോക്ടർ? ഹാസ് ഹി, ഹി സബ്ജക്ട് സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് ആണ് ഇവിടെ ഓക്സോബ് ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കാൻ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട വാക്കുകളുടെ കളക്ഷനാണ് ഓക്സ്ഫോർഡ് 3000. ഓക്സ്ഫോർഡ് 3000-ൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വെർബുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ബിഗിൻ, ബിഗാൻ, ബിഗൺ തേർഡ് ഫോം വരുന്നത് ബിഗൺ. ഹാവ് യു ബിഗൺ ഫൈറ്റിംഗ്? നിങ്ങൾ ഫൈറ്റിംഗ് ആരംഭിച്ചോ? നിങ്ങൾ വഴക്ക് കൂടൽ ആരംഭിച്ചോ എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഹാവ് യു ബിഗൺ ഫൈറ്റിംഗ്? ഏറ്റവും ആവശ്യമുള്ള ഇത്തരം 200-ൽ പരം വെർബുകൾ ഉപയോഗിച്ച് ഈ ടോപ്പിക് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളോ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ അത്തരം വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഫുൾ ലെങ്ത് റെക്കോർഡഡ് വീഡിയോസിനുള്ള കോഴ്സ് ഫീ വരുന്നത് 1000 രൂപയാണ്. 1000 രൂപ അടച്ചവർക്ക് മാത്രമേ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസാരിച്ച് പഠിക്കേണ്ട ഭാഷയാണ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ സെന്റൻസുകളും അതുപോലെ പുതിയ വാക്കുകളും മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ സംസാരിച്ച് പഠിക്കുന്നു. സ്റ്റുഡൻസുമായും ടീച്ചേഴ്സുമായും ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി
ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. റെക്കോർഡഡ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രസന്റ് ടെൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്രസന്റ് ടെൻസ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് അവയെല്ലാം 82815556 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്.